അതോടെ നമ്മൾ ഈ പാഠത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നെടുത്ത് എല്ലാവരും ഓപ്പൺ ചെയ്ത് വയ്ക്കാം. പുസ്തകം തുറക്കുക, ചാപ്റ്റർ 11 എടുക്കുക. എന്നിട്ട് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ. ഓ ഗോഡ്, all knowledge in you, bless our studies, enlighten our mind, strengthen our memory, and direct our will towards what is right. Grant us the strength and courage to be seekers of truth and wisdom as our heavenly patron, Mother Mary. Amen. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ചാപ്റ്റർ, മേരി ആവാസ് ഹി പഹ്ചാൻ ഹെ അനു. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ, മേരി ആവാസ് ഹി പഹ്ചാൻ ഹെ. എൻ്റെ സ്വരം തന്നെ ഒരു തിരിച്ചറിവാണ്. എൻ്റെ സ്വരം ഒരു തിരിച്ചറിവാണ്. എന്ത് തിരിച്ചറിവാണ് ഈ സ്വരം നമുക്ക് തരുന്നതെന്ന് നോക്കാം. ആത്മവിശ്വാസ്, ഇത് ഹം സിക്കേങ്കെ. ഈ പാഠം പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഹം സിക്കേങ്കെ, നമ്മൾ പഠിക്കണം. എന്താണ് ആത്മവിശ്വാസ്? ആത്മവിശ്വാസം, സമർപ്പണം അറിയാം, ത്യാഗ്, ത്യജിക്കാനുള്ള മനസ്സ്, ഗുരുഭക്തി, ഗുരുവിനോടുള്ള ഭക്തി, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. നിങ്ങളുടെ ടീച്ചേഴ്സിനോടുള്ള ഗുരു എന്ന് പറഞ്ഞാൽ ആരാണ്? അധ്യാപകർ. നിങ്ങളെ പഠിപ്പിക്കുന്നവരാരാണോ അവരാണ് നിങ്ങളുടെ ഗുരു. അത് അച്ഛനാകാം, അമ്മയാകാം, ചേച്ചിയാകാം, ചേട്ടനാകാം, ആരും ആയിക്കോട്ടെ. ഇത് സ്കൂളിലെ അധ്യാപകരോ ആരും ആയിക്കോട്ടെ, അവരാണ് നിങ്ങളുടെ ഗുരു. ആരാണോ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അവർ നിങ്ങളുടെ ഗുരുവാണ്. ഓക്കെ, ഗുരുഭക്തി നിങ്ങളിൽ ഉണ്ടാവണം. കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. അധ്യാപകരോട് ഭക്തി ഉണ്ടാവണം, ബഹുമാനം ഉണ്ടാവണം. ലക്ഷ്യനിർദ്ധാരണം, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് അല്ലേ? ജീവിതത്തിൽ ഒരു ഉന്നത ലക്ഷ്യത്തിലെത്തിച്ചേരണമെന്ന ഒരു ആഗ്രഹം നിങ്ങളിലുണ്ട്. അത് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയണം. എന്നിട്ട് അത് പ്രാപ്തമാക്കാൻ വേണ്ടി കഠോരമായി പരിശ്രമിക്കണം. കർത്തവ്യബോധം, ഉത്തരവാദിത്വ ബോധം നമുക്കുണ്ടാകണം. എൻ്റെ ലക്ഷ്യം എനിക്ക് പൂർണ്ണമാകണമെങ്കിൽ ഒരു ഉത്തരവാദിത്വ ബോധം നമുക്ക് ഉണ്ടാവണം. സാധകി, ലാളിത്യം, സിമ്പിൾനെസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഭോലാപ്പൻ എന്ന് പറഞ്ഞ അർത്ഥമല്ല നിഷ്കപട, കാപഠ്യമില്ലാത്ത. ഭോലാപ്പൻ നിഷ്കപടതയാണ്. എന്താണ്? കാപട്യമില്ല, കള്ളത്തരമില്ലാത്ത. ദൃഢപ്രതിജ്ഞ, ദൃഢമായ ശക്തമായിട്ടുള്ള ഒരു പ്രതിജ്ഞ എടുക്കണം നിങ്ങൾ. വ്യവസ്ഥിത കാര്യശൈലി അപ്നാന, ക്രമപ്പെടുത്തപ്പെട്ട ഒരു ജീവിതചര്യ, മനസ്സിലായി? അത് നിങ്ങൾക്ക് ഉണ്ടാവണം. പ്രേമം ഒക്കെ നിശ്ചിതമായി, ഒരു കാര്യം നിശ്ചിതമായി തീരുമാനിക്കുക, അതാണ് അതിൻ്റെ അത് കേട്ടോ. ക്രമപ്പെടുത്തപ്പെട്ട നിശ്ചയമായ എന്നാണ് വ്യവസ്ഥിത കാര്യശൈലി. നമുക്ക് ഒരു ക്രമപ്പെടുത്തിയ, അതായത് ഒരു ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യുന്നതിനാട്ടോ അത് പറയാം. ശൈലി അപ്നാന, അത് സ്വന്തം അപ്നാന. ഒരു ക്രമപ്പെടുത്തിയ ഒരു ജീവിതശൈലി നിങ്ങൾ സ്വന്തമാക്കണം. ഇതാണ്. ഇനി പാഠത്തിലേക്ക് ഞാൻ കടക്കാൻ പോകണം. പാഠം നോക്കാം. മിലേ സ്വർ മേരാ തുമാര തോ സുർ ബൻ ജായേ ഹമാര. മിലേ സ്വർ, എൻ്റെയും നിങ്ങളുടെയും സ്വരം കൂട്ടിച്ചേരുകയാണെങ്കിൽ ആ സ്വരം എന്തായി തീരും? നമ്മുടെ സ്വരമായി തീരും അല്ലേ? എൻ്റെയും നിങ്ങളുടെയും സ്വരം കൂട്ടിച്ചേരുകയാണ് എങ്കിൽ നമ്മുടെ സ്വരമായി തീരുമെന്നാണ് അതിൻ്റെ മീനിങ്. അവർ ദേശ് രാഗ് ജൈസി രാഷ്ട്രീയ പ്രസ്തുതിയോം കി ഐക്കൺ പണ്ഡിത് ഭീമസെൻ ജോഷി ഭാരത് കി പഹ്ചാൻ ഹേ. അവർ ദസ്രാഗ് എന്ന് പറയുന്ന ഒരു കൃതിയാണ് കേട്ടോ. ജൈസി, അതുപോലെയുള്ള രാഷ്ട്രീയ പ്രസിദ്ധീകരണങ്ങളുടെ ഐക്കണായിട്ടുള്ള പണ്ഡിതനായ ഭീമസേൻ ജോഷി ഭാരതത്തിൻ്റെ ഒരു തിരിച്ചറിവ് ആണ്. ഭാരതത്തിൻ്റെ ഒരു തിരിച്ചറിവാണ് ഭീമസേൻ ജോഷി. മഹാപണ്ഡിതനായ ഒരു സംഗീതജ്ഞനാണ് ആര്? ഭീമസേൻ ജോഷി. हमारे देश का सबसे बड़ा नागरिक सम्मान
ഭാരതരത്നഹേ, നമ്മുടെ ദേശത്തിലെ ഏറ്റവും വലിയ ഭാരതീയരുടെ ഏറ്റവും വലിയ നാഗരിക ദേശത്തിൻ്റെ സമ്മാൻ ബഹുമതി എന്ന് പറയുന്നത് ഭാരതരത്നം എന്ന് പറയുന്ന രത്നങ്ങളുടെ നാടാണ് നമ്മുടെ ഭാരതം. അതുകൊണ്ടാണ് ഭാരതരത്നം എന്ന് എന്ന ബഹുമതി അദ്ദേഹത്തിന് കിട്ടിയത്. ഭാരതരത്നം പോലുള്ള എന്തൊക്കെ കിട്ടിയായിരുന്നു? പത്മഭൂഷൺ ഏവം പത്മവിഭൂഷൺ സെ സമ്മാനിത് കിയാ ഗയ. അപ്പോൾ ഈ ഭാരതരത്ന എന്ന് പറയുന്ന അവാർഡിന് മുമ്പ് ഭാരതഭൂഷണും ഏവം പത്മഭൂഷൺ, ഭാരതഭൂഷൺ പിന്നെ പത്മഭൂഷൺ അവാർഡ് കിട്ടി. അപ്പോൾ 2 അവാർഡ് അദ്ദേഹത്തിന് അവിടെ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഭാരതഭൂഷൺ ആൻഡ് പത്മഭൂഷൺ അവാർഡും അദ്ദേഹത്തിന് കിട്ടി. സമ്മാനിത് കിയ ഗയ, അദ്ദേഹത്തിന് അത് കിട്ടി, സമ്മാനം കിട്ടി. അദ്ദേഹത്തിന് അത് ബഹുമതിയാണ്. ഓരോ അവാർഡുകളും ഓരോരുത്തർക്ക് കൊടുക്കുന്നത് ഓരോ ബഹുമതിയാണ്. മനസ്സിലായോ? അപ്പോൾ ഭാരതഭൂഷൺ എന്ന് പറയുന്ന പത്മഭൂഷൺ എന്ന് പറയുന്ന 2 അവാർഡും വളരെ ഉത്തമമായ വളരെ വലിയ ബഹുമതിയാണ് കേട്ടോ, അത് ഓർക്കണം. അപ്പം അതിനുശേഷം പിന്നീടാണ് ഭാരതരത്ന അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പം ഭാരതരത്ന അവാർഡ് കിട്ടുന്നതിന് മുമ്പ് ഭീമസേൻ ജോഷിക്ക് കിട്ടിയ അവാർഡുകൾ ഏതൊക്കെയാണ്? പത്മഭൂഷൺ ഏവം പത്മവിഭൂഷൺ 2 അവാർഡാണ് കിട്ടിയത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഇനി ऐसे महान भारतपुत्र के जीवन भर नाडपुत्र नामक पुस्तकम स्वयं उनके पिता ने लिखी है. നോക്കിയേ, ഇങ്ങനെ മഹാനായ ഭാരതപുത്രൻ്റെ ജീവിതത്തെക്കുറിച്ച് നാഡ്പുത്ര എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. അത് ആരെ എഴുതിയെന്നറിയാമോ? എഴുതിയതാരാ? നാമക പുസ്തകം സ്വയം ഉൻകെ പിതാനെ ലിഖി. അദ്ദേഹത്തിൻ്റെ പിതാവാണ് ആ പുസ്തകം എഴുതി, തൻ്റെ മകനെക്കുറിച്ച്. നാഡ്പുത്ര എന്ന പേരിൽ സ്വന്തം പിതാവാണ് ഭീമസേൻ ജോഷിയുടെ ജീവിതത്തെക്കുറിച്ച് പുസ്തകം എഴുതിയതാരാ? സ്വന്തം പിതാവ് തന്നെ. മനസ്സിലായല്ലോ? അപ്പോൾ സ്വന്തം പിതാവ് തൻ്റെ മകനെക്കുറിച്ച് എഴുതണമെങ്കിൽ ആ മകൻ എത്രയോ നല്ലവനായിരിക്കണം അല്ലേ? ആലോചിച്ച് നോക്കി. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അതുപോലെ ഇഷ്ടമുള്ളവരായിരിക്കണം, ബഹുമാനം നേടുന്നവരായിരിക്കണം. അങ്ങനെ അതാണ് ഏറ്റവും വലിയ സ്വന്തം മാതാപിതാക്കൾ പോലും തൻ്റെ മക്കളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എൻ്റെ മകന് എത്ര നന്നായിട്ട് ചെയ്താലും സ്വന്തം മാതാപിതാക്കളാണ് നമ്മളെക്കുറിച്ചൊരു നല്ലത് പറയില്ല. ഓക്കെ, പക്ഷേ എത്രയൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ എൻ്റെ കുഞ്ഞ് നന്നായി വരണം, കുറച്ചും കൂടെ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നും ആഗ്രഹിക്കും പേരൻസ്. അപ്പോൾ അവർ അത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എത്രയൊക്കെ നല്ലത് ചെയ്താൽ അവൻ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നേ, ഇവളങ്ങനെയൊന്നും ചെയ്യായിരുന്നേ, നമുക്ക് അങ്ങനെ മടിയാന്നേ, അല്ലെ പഠിക്കാൻ മടിയാന്നേ, ഇങ്ങനെയൊക്കെ പേരൻസായിട്ട് അവർ പറയും. പക്ഷേ ഇദ്ദേഹം എത്രയോ മഹാനായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം പിതാവ് തന്നെ സ്വന്തം മകൻ്റെ പേരിൽ നാഡ്പുത്ര എന്ന പേരിൽ പുസ്തകം എഴുതി. അതാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് ഇരിക്കുക. ഓക്കെ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ എല്ലാ നന്മയും ആഗ്രഹിക്കുന്നവരാണ്. അവർ പറയുന്നത് കണ്ണടച്ചങ്ങ് അനുസരിച്ചേക്കാം. ഒരു കുഞ്ഞിൻ്റെയും പേരൻസ് തൻ്റെ മക്കൾ ചീത്തയാവണമെന്നോ മോശമാണെന്നോ ആഗ്രഹിക്കത്തില്ല. മനസ്സിലായോ? അവർ കഷ്ടപ്പെടുന്നത് തന്നെയോ, അവർ ഇത്രമാത്രമാണ് കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടി. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ കൊറോണ ആയ കാരണം സ്കൂളിൽ നിന്ന് പഠിപ്പിക്കേണ്ടതുകൊണ്ട് നിങ്ങളുടെ പേരൻസാണ് നിങ്ങളെ പഠിപ്പിക്കുക. നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടി, നിങ്ങളുടെ വസ്ത്രം കഴുകാൻ വേണ്ടി, നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ സ്വഭാവം ക്രമപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവരെത്രയോ കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേരൻസ് പറയും, എൻ്റെ മക്കളെ നിങ്ങൾ അങ്ങനെ ചെയ്യും, എൻ്റെ പൊന്നുമോനെ നിങ്ങൾ പുസ്തകം എടുത്ത് പഠിക്കും എന്ന് പറയുമ്പോൾ കണ്ണടച്ചങ്ങ് അനുസരിച്ചേക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉന്നത വിജയമാണ് നേടാൻ പോകുന്നത് നിങ്ങൾ. മനസ്സിലായോ? അവർക്ക് പറയുന്നത്, മാതാപിതാക്കൾ പറയുന്നത് കണ്ണടച്ച് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഏറ്റവും ഉന്നതിയിൽ എത്തിച്ചേരും. ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ എത്തിച്ചേരും. അച്ഛൻ പറയാം, മോനെ നീ അത് ചെയ്യണം, മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തോളൂ. ഒരച്ഛന് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദോഷം വരുന്നൊന്നും പറയത്തില്ല.
മോനെ അത് ചെയ്യരുത്. അച്ഛനും അമ്മയും പറയാണ് നിങ്ങളോട്, മോനെ അത് ചെയ്യരുത്, കണ്ണടച്ച് നിങ്ങൾ ചെയ്യരുത്. കാരണം അച്ഛനും അമ്മയും തൻ്റെ കുഞ്ഞുങ്ങളെ മോശം വരുന്നോ ദ്രോഹം വരുന്നോ ഒന്നും ചെയ്യില്ല. ഒരച്ഛനും അമ്മയ്ക്കും ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ അച്ഛനും അമ്മയും എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ കണ്ണടച്ച് അനുസരിച്ചുള്ള അവർ പറയുന്ന കേട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൻ്റെ വിജയത്തിൽ, ജീവിതത്തിൻ്റെ ഉന്നത ശ്രേണിയിലെത്താൻ നിങ്ങൾക്ക് കഴിയും. അപ്പം സ്വന്തം ഭീമസെൻ ജോഷിയുടെ അച്ഛൻ ഭീമസെൻ ജോഷിയുടെ ഒരു ജീവിതത്തെക്കുറിച്ച് ഒരു കഥ എഴുതി. എന്തായിരുന്നു കഥ? ആ പുസ്തകത്തിൻ്റെ പേര് നാട്പുത്ര എന്ന പേരിലാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. लिखी पिता का अपने बेटे पर किताब लिखने का उदाहरण विरले ही होंगे. ഒരച്ഛൻ തൻ്റെ മകനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുക എന്ന് പറയുന്ന കാര്യം വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യം അല്ല. സ്വന്തം പിതാവ് ഒരു മകനെക്കുറിച്ച് അവനെക്കുറിച്ചൊരു പുസ്തകം എഴുതണമെങ്കിൽ ആ കുട്ടി അത്രയും നല്ലവനായിരുന്നെങ്കിൽ മാത്രമേ അത് സംഭവിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പം അദ്ദേഹം നാട്പുത്ര എന്ന പേരിൽ എന്തെഴുതി? പുസ്തകം എഴുതി. അത് വിരളമായിട്ടൊരു കാര്യമാണ്. ഒരച്ഛൻ മകനെക്കുറിച്ച് എഴുതുക എന്ന് പറയുന്നത് വളരെ വിരളമായിട്ടുള്ള കാര്യമാണ് സംഭവിക്കുന്നത്. അടുത്തത് വിരളേ ഹോങ്കി, വളരെ വിരളമായിരിക്കും ഇങ്ങനെയുള്ള കാര്യം. അച്ഛൻ മകനെക്കുറിച്ച് പുസ്തകം എഴുതുക എന്ന് പറയുന്നത് വളരെ വിരളമായിരിക്കും. ഉൻകെ ജീവൻ ഹം സബ് കെ ലിയേ അനുകരണീയ ഹേ. ഉൻകെ ജീവൻ, ഈ പുസ്തകം പഠിച്ചിട്ട് നിങ്ങൾക്ക് ഭീമസെൻ ജോഷിയെക്കുറിച്ച് പൂർണ്ണമായ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഗൂഗിളിലോ മറ്റെവിടെയെങ്കിലും സെർച്ച് ചെയ്ത് ഭീമസെൻ ജോഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയുക. അദ്ദേഹത്തിൻ്റെ ജീവിതം നിങ്ങൾക്ക് അനുകരിക്കാൻ തക്ക ഗുണമുള്ളതായിരിക്കുമെന്ന് മനസ്സിലായോ? ഭീമസെൻ ജോഷിയുടെ പുസ്തകം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തെ അനുകരിക്കുവാൻ കഴിയും. അനുകരണീയ ഹേ എന്ന് പറഞ്ഞാൽ അനുകരണീയമാണ്, നമുക്ക് അനുകരിക്കാൻ പറ്റിയതാണ്. ഓക്കെ, കേട്ടോ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റിയതായതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ട് ഇരിക്കുക. ഉൻഹോനെ ജോ ഠാന ഉസെ പൂരാ കിയ. ഉൻഹോനെ ജോ ഠാന ഉസെ പൂര. അദ്ദേഹം എന്താണോ ചിന്തിച്ച് ഉറപ്പിച്ച് വെച്ചത്, മനസ്സിലുറപ്പിച്ച് എനിക്ക് ഇന്നതായി തീരണമെന്ന് ഉറപ്പിച്ച് വെച്ചാൽ അദ്ദേഹം അതായി തീർന്നു. उन्होंने संगीत की ऊंचाई को अपने प्रयत्नों से हासिल किया. അങ്ങനെ ജീവിതത്തിൻ്റെ ഉन्होंने സംഗീതയ്ക്ക് ഊഞ്ചായും, സംഗീതത്തിലെ ഏറ്റവും ഉയർന്ന കാര്യങ്ങൾ അല്ലേ, ഉയർന്ന നിലയിലത്തെ കാര്യങ്ങൾ അപ്പനെ പ്രയത്നം ആരെങ്കിലും കൊണ്ടുപോയി ആക്കുകയല്ല ചെയ്തത്, ആരെങ്കിലും അവിടെ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോവുകയല്ല ചെയ്തത്. അദ്ദേഹം എന്ത് ചെയ്തു? സ്വന്തം പ്രയത്നം മൂലം അത് നേടി എടുത്തു. അദ്ദേഹം ഫലപ്രാപ്തിയിൽ എത്തിച്ചേർന്നു. സംഗീതമേ ഉസ്കി രുചി ബച്പൻ സേ ഹി ഥി. പദ്യം അല്ലേ, പാട്ട് പാടുക എന്ന് പറയുന്നത് സംഗീതത്തിൽ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് വളരെ ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് സംഗീതത്തോട് ഭയങ്കര താല്പര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സംഗീത മിസ്കുരി ബച്പൻ സേ ഹി ഥി, വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പം സംഗീതത്തോട് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ഭയങ്കര പ്രിയമുണ്ടായിരുന്നു. സംഗീതമേ ഉൻകി രുചി ബച്പൻ സേ ഹി ഥി. ചെറുപ്പത്തിലേ അദ്ദേഹത്തിന് പാടാനുള്ള കഴിവ്, അതിനോടുള്ള ഇൻട്രസ്റ്റ്, പാട്ടിനോടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഉൻക ജന്മ 14 ഫെബ്രുവരി 14 ഫെബ്രുവരി, ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി കേട്ടോ, 1922 മെയ് 1922, 1922. അപ്പോൾ 1922 അതായത് 1922 എന്നാണ് 1922 പറയുന്ന 1922 എന്നാണ്. മേ കർണാടക കെ ഏക് ഗാവ് മേ ഹുവാ ഥാ. കർണാടകത്തിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. गाँव के मंदिर में होने वाले भजन और कीर्तन बचपन से ही उनके मन को छूते थे.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മന്ദിരം, അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് പാട്ടിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം കർണാടകയിലാണ് ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. അവിടെ ഗ്രാമത്തിലുള്ള ഒരു മന്ദിരത്തിൽ, ഒരു അമ്പലത്തിൽ ഭജനവും കീർത്തനവും ഒക്കെ പാടുന്നത് ചെറുപ്പത്തിലേ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിരുന്നു. ഉൻകി മാ അച്ചി ഗായിക ഥി. അദ്ദേഹത്തിൻ്റെ അമ്മ വളരെ നന്നായി പാടുമായിരുന്നു. ഗായൻ മേ ഉൻകി രുചി അപ്പിനി മാക്കെ കാരൻ ഹുയി. പാടാനുള്ള അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് സ്വന്തം അമ്മയിൽ നിന്നാണ് അവന് കിട്ടിയത്. बचपन में स्कूल से लौटते हुए एक दुकान पर उस्ताद अब्दुल करीम खा के गायन में उन्होंने इतना प्रभावित किया कि उन्होंने ठान लिया कि गाना तो ऐसा ही गाना है. ബച്പൻ മേ സ്കൂൾ से लौटते हुए, ചെറുപ്പത്തിൽ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക്, സ്കൂൾ ലൗട്ടത്തെ ഹുയെ വീട്ട് വരുന്ന വഴിക്ക്, ഏക്ക് ദുഃഖാൻ പർ, ഒരു കടയിൽ ഉസ്താദ് അബ്ദുൽ കരീം ഖാ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ ഒരു വ്യക്തി ഗായന്മേ അദ്ദേഹം പാട്ട് പാടിക്കൊണ്ടിരിക്കുക ആയിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഭീമസേൻ ജോഷി സ്കൂൾ വിട്ട് വരുന്നത്. അപ്പോൾ ഈ കടയുടെ മുന്നിൽ നിന്ന് ഉസ്താദ് അബ്ദുൽ കരീം ഖാ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇരുന്ന് പാടി. അന്ന് പറയുന്ന ഉസ്താദ് നിങ്ങൾക്ക് അറിയാമല്ലോ, മന്ദിരത്തിൽ മോസ്കിലൊക്കെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഉസ്താദ്. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടിൽ ഇദ്ദേഹം ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായി. അന്നേരം ഉൻഹോനെ ഠാൻലി, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? ഗാനാ തോ ഐസാ ഹി ഗാനാ ഹെ. പാടുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ പാടണം. ഫിർ ശുരു ഹോ ഗയി ശുരു കി തലാശ്, ഫിർ ശുരു ഹോയി ഗുരു കി തലാശ്. അങ്ങനെ അദ്ദേഹം ആരംഭിക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം തൻ്റെ ഗുരുവിനെ കണ്ടെത്താൻ അദ്ദേഹം അലച്ചിൽ തുടങ്ങി, അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ 13 വർഷയ്ക്ക് മുമ്പേ 13 വയസ്സുള്ളപ്പോൾ അബ്ദുൽ കരീം ഖാക്കെ ശിഷ്യ പണ്ഡിത് കേട്ടോ, അബ്ദുൽ കരീം ഖായുടെ ശിഷ്യനായിരുന്ന പണ്ഡിത് സഫായി ഗന്ധർവ് സെ ധാർവാഡ് മേമിലെ അബ്ദുൽ കരീം ഖായുടെ ശിഷ്യനായിരുന്ന പണ്ഡിത് സഫായി ഗന്ധർവുമായിട്ട് ധാർവാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മുട്ടി. അന്വേഷിച്ച് നോക്കുക, 13 വയസ്സിൽ, നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ, നിങ്ങൾക്ക് 13 വയസ്സായി ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ നിങ്ങളുടെ പ്രായത്തിൽ അന്വേഷിച്ച് നടക്കുകയാണ്. എനിക്ക് സംഗീത അജ്ഞനാകണമെന്ന ഓർത്തുകൊണ്ട് ഈ കുഞ്ഞ് അന്വേഷിച്ച് നടക്കുവാണ്. ആരുടെ? അബ്ദുൽ കരീം ഖായുടെ ശിഷ്യനാകാൻ വേണ്ടിയിട്ട്. ഓർത്ത് നോക്കി, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ പോവുമോ? നിങ്ങളുടെ പേരൻസ് വിട്ടിട്ട് വേണ്ട പോകാനല്ലേ? ഇനി എനിക്ക് രുചി और इरादे को जांचने के लिए गुरु ने कठिन परीक्षा ली. അപ്പോൾ എനിക്ക് രുചി, അവൻ്റെ ഇൻട്രസ്റ്റ്, പാട്ടിനോടുള്ള ഇൻട്രസ്റ്റൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇരാദ എന്ന് പറഞ്ഞാൽ ഇഷ്ടം കേട്ടോ. ജാഞ്ചിനെ കേലിയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുരുവിനെ കഠിനമായ പരീക്ഷ അദ്ദേഹത്തിന് കൊടുത്തു. शुरू के 2 साल तक तो वे केवल ആരംഭത്തിൽ 2 വർഷം तक तो वे केवल गाना सुनते रहे. പാട്ട് പാടാനുള്ള അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് അറിയാൻ വേണ്ടി കഠിനമായ പരീക്ഷ ഗുരു അന്നുവിന് കൊടുത്തു. ആരംഭത്തിൽ 2 വർഷം പാട്ട് കേൾക്കാൻ മാത്രം അനുവദിച്ചില്ല, പാടാൻ അനുവദിച്ചില്ല. और उन्हीं की तरह गाने की कोशिश करते रहे. അദ്ദേഹത്തെ പോലെ പാടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേ ഇരുന്നു. 2 साल बाद ശിക്ഷ ശുരു ഹുയി. 2 വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിക്ഷ, അതായത് പാട്ട് പഠനം ആരംഭിച്ചു. സുബഹ ജൽദി ഉഠ്കർ പഹലെ 3-4 घंटे വ്യായാം കർത്തെ. അതിരാവിലെ എഴുന്നേറ്റ് 3-4 മണിക്കൂർ നല്ല രീതിയിൽ വ്യായാമം, എക്സസൈസ് ചെയ്യിപ്പിക്കുമായിരുന്നു. और फिर लगभग 9 घंटे റിവാസ് करते थे. ഏകദേശം 2 മണിക്കൂർ
ഏകദേശം 2 മണിക്കൂർ അവനെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നു. നൗ 3-4 ഘണ്ട അതായത് 3-4 മണിക്കൂർ എക്സസൈസ് ചെയ്യിപ്പിക്കും. അതിനുശേഷം 9 ഘണ്ടെ റിവാജ് കർത്തേ. 9 ഘണ്ടെ, 9 ആട്ടോ, 2 ഘണ്ടെ അല്ല, 9 ഘണ്ടെ എന്ന് പറഞ്ഞാൽ 9 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നു. റിവാജ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസാണ്. ബീജ് മേ ഗുരു കഹത്തെ ഇങ്ങനെ 9 മണിക്കൂർ മുഴുവനും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഗുരു പറയും, എന്ത് പറയും? അഭിബാത് നഹി ഹുയി, ഇതുവരെ ശരിയായിട്ടില്ല മോനെ, നീ പാടാറായിട്ടില്ല, ഇതുവരെ നീ ശരിയായിട്ടില്ല. ഇസ് പർ വേ അപ്പിനെ കോശിഷ് അവർ ഭീ ബെടാ ദേത്തെ ഥേ. തൻ്റെ പരിശ്രമം ഇങ്ങനെ ഗുരു പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അവൻ പരിശ്രമിക്കും. ഗുരുവിനോട് വഴക്കം പറഞ്ഞുകൊണ്ട് അവിടുന്ന് ചാടിപ്പോരുമല്ല ചെയ്തത്. എന്ത് ചെയ്തു? വീണ്ടും അദ്ദേഹം പരിശ്രമിച്ചു. വീണ്ടും ഒരു സംഗീതജ്ഞനാകാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. അവർ ബി ബെടാ ദേത്തെ ഥേ. അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് വീണ്ടും കഠിനമായി പരിശ്രമിച്ചു. ബെടാ ദേത്തെ ഥേ അവർ ബി ബെടാ ദേത്തെ ഥേ ഏവം റിവാജ് മേ ലഗ് ജാത്തെ ഥേ. അങ്ങനെ പ്രാക്ടീസ് വീണ്ടും അദ്ദേഹം ചെയ്തുകൊണ്ട് മുഴുകും. വീണ്ടും പ്രാക്ടീസിൽ മുഴുകും. കഠിനമായി തന്നെ പ്രാക്ടീസ് ചെയ്യിക്കും. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. പണ്ഡിറ്റ് ഭീമസേൻ ജോഷി പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം വലിയൊരു സംഗീതജ്ഞനായതല്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പഠിച്ചതിന് ശേഷമാണ്, പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഗുരുവിനെ അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന് ഗുരുവിൻ്റെ ശിഷ്യനെയാണ് കണ്ടുപിടിച്ചത്, അല്ലേ? ഗുരുവിൻ്റെ ശിഷ്യനെ കണ്ടുപിടിച്ചു. ഗുരുവിൻ്റെ ശിഷ്യനെ ആണോ അദ്ദേഹത്തിന് പ്രാക്ടീസ് കൊടുക്കുന്നത് നമുക്ക് കടന്നു പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും അദ്ദേഹം കഠിനമായി അവനെ പരീക്ഷിച്ചു. 2 വർഷം വരെ പാട്ട് കേൾക്കാനേ അനുവദിച്ചുള്ളൂ. 2 വർഷം കഴിഞ്ഞ് വീണ്ടും പഠനം ആരംഭിച്ചു. 3-4 മണിക്കൂർ നേരം കഠിനമായി എക്സർസൈസ് ചെയ്യിപ്പിക്കും. ഒരു ദിവസം 3-4 മണിക്കൂർ കഠിനമായി എക്സർസൈസ് ചെയ്യിപ്പിക്കും. അതിനുശേഷം 9 മണിക്കൂർ പ്രാക്ടീസാണ്, പാട്ട് പ്രാക്ടീസ്. 9 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഗുരു അവനോട് പറയും, മോനെ നിനക്കൊന്നും ആയിട്ടില്ല, നീ ഇനിയും പരിശ്രമിക്കണമെന്ന് പറയും. അപ്പോഴും വീണ്ടും അതികഠിനമായിട്ട് വീണ്ടും പരിശ്രമിക്കും. അങ്ങനെ കോശിഷ് അവർ ബെടാ ദേത്തെ ഥേ. അദ്ദേഹത്തിൻ്റെ പരിശ്രമം വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. റിവാജ് മേ ലഗ് ജാത്തെ ഥേ. പ്രാക്ടീസിൽ മുഴുകിപ്പോയിരുന്നു. गुरुजी के साथ उनके कार्यक्रमों में गाकर उनमें अद्भुत आत्मविश्वास पैदा हुआ. ഗുരുജിക്ക് സാത്ത്, ഗുരുവിൻ്റെ കൂടുതൽ കാര്യക്രമമായി ഓരോ പരിപാടികളിലും അദ്ദേഹത്തിൻ്റെ കൂടെ പാടി അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ രീതിയിൽ ആത്മവിശ്വാസം ഉണ്ടായി. അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു ആത്മവിശ്വാസം ഉണ്ടായി. അപ്പോൾ ഗായൻ കോ ഉൻഹോനെ അപ്ന ലക്ഷ്യ ബനാ ലിയ. ഇപ്പോൾ പാട്ട് പാടുക എന്നത് തൻ്റെ ജീവിത ലക്ഷ്യമാക്കി അദ്ദേഹം മാറ്റി. 1946 में एक कार्यक्रम के साथ गुरुजी की अवस्था के कारण मंच संभाला. എൻ്റെ ഇടയ്ക്ക് ഫിലോ ചേച്ചി വരുന്നു, അന്ന വരുന്നു, ആകെ ഡിസ്റ്റർബ് ആക്കുകയാണേ. ഇതാണ് സംഭവിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 1946 में एक कार्यक्रम के समय, ഒരു പ്രാവശ്യം 1946 1946 എന്നാട്ടോ അതിന് പറയുന്നത്. ഏക കാര്യക്രം കെ സമയം, ഒരു കാര്യപരിപാടി നടക്കുകയാണ്. സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ സംഗീതം നടക്കുകയാണ്. ഒക്കെ സമയം ഗുരുജിക്ക് അവസ്ഥയ്ക്ക് കാരണം ഗുരുവിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. പാടാൻ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? സ്വരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അല്ലെങ്കിൽ വയസ്സ് കാരണം അദ്ദേഹത്തിന് പാടാൻ പറ്റാതെ വരുമോ, എന്തോ ഒരു പ്രശ്നം ഗുരുവിന് ഉണ്ടായി. കാരണം മഞ്ച് സഭാല രാഗ് മൽഹാർ ഐസ ഗായ. ആ സമയത്ത് മഞ്ച് എന്ന് പറഞ്ഞ സ്റ്റേജ് അദ്ദേഹത്തിന് നിയന്ത്രിക്കേണ്ടി വന്നു. അവർ രാഗ് മൽഹാർ എന്ന് പറയുന്ന രാഗമാണ്. ഐസ ഗായ ഇങ്ങനെ പാടി. ഐസ ഗായ കി
ബസ് ചാകെ. അങ്ങനെ അദ്ദേഹം ഈ പാട്ട് പാടി എങ്ങനെയായിരുന്നു? അവിടെ മുഴുവനും അലയടിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു. ഐസാ ഗായ കി ബസ് ചാകയ. അത് വളരെ മനോഹരമായി അദ്ദേഹം പാടി. गायन के अलावा पंडित जी को क्रिकेट और कार चलाने का बेहद शौक था. പാട്ട് പാടുക എന്നതും മാത്രമല്ല, അദ്ദേഹത്തിന് ക്രിക്കറ്റ് കളിയിലും ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഷൗക്ക് ഇൻട്രസ്റ്റാണ്. भारत भर में अपने कार्यक्रमों में वे खुद ही कार चलाकर जाया करते थे. ഭാരതം മുഴുവൻ അദ്ദേഹം സ്വയം ഓരോ അപ്പനെ കാര്യക്രമേ സ്വന്തം എവിടെയെങ്കിലുമൊക്കെ പാടാനൊക്കെ അവർ സംഗീത യജ്ഞം അവർ ഏറ്റെടുക്കുമല്ലോ, അമ്പലങ്ങളിലോ മറ്റെവിടെയെങ്കിലും ഒക്കെയുള്ള പ്രോഗ്രാമുകളിൽ ഇവർ പാടാനായിട്ട് അദ്ദേഹം ഭാരതം മുഴുവനും സ്വന്തം സ്വയം കാർ ഓടിച്ചുകൊണ്ട് അദ്ദേഹം പോകുമായിരുന്നു. ഏക ബാർ കി ബാത് ഹൈ, ഒരു സമയത്തെ കാര്യമാണ്. ग्वालियर के पास से गुजरते हुए बेहड़ों में भीमसेन जी के सामने ടാക്കോം സെ ഹോ ഗയ ഥ. ഇങ്ങനെ ഗ്വാളിയർ എന്ന് പറയുന്ന വനത്തിലൂടെ അദ്ദേഹം ആ സ്ഥലത്തിലൂടെ കടന്നു പോകുമ്പോൾ बिहड़ों में भीमसेन जी का सामना ടാക്കോം സെ ഹോ ഗയ थे. ഭയങ്കര ഘന ഡെൻസ് ഫോറസ്റ്റാണ്, ഭയങ്കര ഒരു വനത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം കള്ളന്മാരുമായിട്ട് അദ്ദേഹം കള്ളന്മാരുമായി അദ്ദേഹം കൂട്ടിമുട്ടി അല്ലേ. കള്ളന്മാരെ അറിയാലോ, അവർ നമ്മളെ കൊള്ളയടിച്ച് ചിലപ്പോൾ നമ്മളെ ഉപദ്രവം ഏൽപ്പിച്ചിട്ട് ആണ് നമ്മളെ വിടുമെന്നൊക്കെ പറയാൻ പറ്റിയ. അപ്പം ഭീമസേൻ ജിക്ക് സാമന ടാക്കുവം സെ ഹോഗയ, കള്ളന്മാരുമായിട്ട് അദ്ദേഹം കള്ളന്മാരുമായിട്ട് കൂട്ടിമുട്ടി. സെ ഹോഗയ അവർ ഫിർ. അപ്പോൾ ടാക്കുവം സെ മുലാഖാന്ത് ഹോഗയ അവർ ഫിറുത്തോ ജുഹാനെ ചെങ്കൽ മേ മംഗൾ കരുതിയ. അങ്ങനെ അദ്ദേഹത്തെ കാട്ടിലേക്ക് കള്ളന്മാർ കൂട്ടിക്കൊണ്ട് പോയി. ഹുവ ഏക്ക് ഡാക്കുവാനെ പരിചയം പൂച്ച. ഇതാണ് സംഭവിച്ചത്. എന്ത് ചെയ്തു? കള്ളന്മാർ അദ്ദേഹത്തോട് തൻ്റെ പരിചയം ചോദിച്ചു, നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഉൻഹോനെ ബത്തായ, അദ്ദേഹം പറഞ്ഞു, വേത്തോ ഗായകെ, അദ്ദേഹം ഒരു പാട്ടുകാരനാണെന്ന് പറഞ്ഞു. तो उन्होंने कहा, അദ്ദേഹം പറഞ്ഞു, कि अब गाना गाकर ही मुक्ति मिलेगी. പാട്ട് പാടുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടാമെന്ന് അദ്ദേഹം കള്ളന്മാരെല്ലാം കൂടി പറഞ്ഞു. ബസ് ഉൻഹോനെ ടാക്കുവം കോ ഗാന സുനായ. അവസാനം അദ്ദേഹം കള്ളന്മാരെ പാട്ട് കേൾപ്പിച്ചു. ഇസ് തരഹ് ജംഗൽ മേ ഹി മഹാഫിൽ ജം ഗയി. അങ്ങനെ കാട്ടിൽ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ഒരു അലയടി കാട്ടിൽ ഡെൻസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പാട്ട് അലയടിച്ചു. പണ്ഡിത് ഭീമസേൻ ജോഷി കാ ഫിലിമോ മേ ആഗമൻ की भी रोचक कहानी है. പണ്ഡിത് ഭീമസേൻ ജോഷി ഫിലിമിൽ വരുന്നത് തന്നെ ഒരു രോമാഞ്ചമുണ്ടാക്കുന്ന കഥയിലൂടെയാണ്. ഫിലിം വസന്ത് ബഹാർക്ക് ലോകപ്രിയ ഗീത്. ഫിലിം വസന്ത് ബഹാറിലെ ലോകപ്രിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടുകാരനായ ഗീത്. കേതകി ഗുലാബ് ജൂഹി ചമ്പക് വൻ ഫൂലോ എന്ന് പറയുന്ന പാട്ട്. കേതകി ഗുലാബ് ജൂഹി ചമ്പക് വൻ ഫൂലോ എന്ന് പറയുന്ന പാട്ട് മേ ജാനെ മാനെ ഗായക മന്ന ഡേ കി ഹി ആവാസ് ഹെ. ഗായക മന്ന ഡേ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വരമാണ് അതിലൂടെ വരുന്നത്. ജൈസെ ഹി മന്ന ഡേ കോ സംഗീതക്കാർ जयकिशन ने बताया कि आपको ഭീമസേൻ ജിക്ക് സാത്ത് ഗാന ഹെ. അദ്ദേഹത്തോട് പറയാണ്, നിനക്ക് ഭീമസേൻ ജോഷിയുടെ കൂടെ പാടണമെന്ന് പറഞ്ഞു. തോ ഘബരാക്കർ മുംബൈ സെ ലേനാവാല ചലാ ഗയ. അദ്ദേഹത്തോട് ഭീമസേൻ ജോഷിയുടെ കൂടെ പാടണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പേടിച്ച് അദ്ദേഹം മുംബൈയിലേക്ക് ഓടിപ്പോയി. बाद में उन्होंने बताया, പിന്നീട് അദ്ദേഹം പറഞ്ഞു, कि मुकाबले में आपको भीमसेन को
पराजित करते दिखाया जाएगा तो मन्ना डे മാൻഗേ അങ്ങനെ മുക്കാബലയമേ താങ്കൾക്ക് അദ്ദേഹവുമായി ഒരു ഫൈറ്റ്, മുക്കാബല എന്ന് പറഞ്ഞാൽ ഫൈറ്റാണ് കേട്ടോ, മുക്കാബല അതായത് പാട്ടിലുള്ള ഒരു ഫൈറ്റിലൂടെ താങ്കൾക്ക് ഭീമസേൻ ജോഷിയെ പരാജയപ്പെടുത്തേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് അംഗീകരിച്ചു. इन्हें सच्चे स्वर साधक हिंदुस्तानी संगीत के परिचयक भीमसेन जोशी 2011 में स्वर्ग सिद्धार्थ गए. അദ്ദേഹം 1900 ഇതുപോലെ ഒരു നല്ലൊരു പാട്ടുകാരനായിരുന്ന ഭീമസേൻ ജോഷി മരിച്ചത് 1911 अपने आवाज़ के रूप में आज ही हमारे साथ ജീവിതത്തിൻ്റെ സ്വരം ആയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വരം ഇപ്പോഴും നമ്മുടെ കൂടെ ജീവിക്കുന്നു. വളരെ നല്ലൊരു ഗായകനായിരുന്നു അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഥ നിങ്ങൾക്ക് വളരെയധികം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, ആഗ്രഹം, ഇതെല്ലാം അദ്ദേഹം തൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കഠിനമായി പരിശ്രമിച്ച് അദ്ദേഹം നേടിയെടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഒരു മാതൃകയാകണം. അദ്ദേഹത്തിൻ്റെ സ്വരം, പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ സ്വരം, അത്ര മനോഹരമായ പാട്ട്, ഇതെല്ലാം അദ്ദേഹത്തെ നമുക്ക് മാതൃകയാക്കാനായിട്ട് സാധിക്കണം. നിങ്ങൾക്ക് ഈ പാഠത്തിലൂടെ നിങ്ങളുടെ ജീവിതം ഇതുപോലെ കഠിനമായ പരിശ്രമത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കാരണം ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു പണി എടുപ്പിക്കാതെ, ഒരു കാര്യം ചെയ്യിപ്പിക്കാതെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ട് വരുന്ന ചില കുഞ്ഞുങ്ങളെ, നിങ്ങളൊന്നും അങ്ങനെ ആയിരിക്കില്ല, നിങ്ങളൊക്കെ നന്നായിട്ട് നിങ്ങളുടെ പേരൻസൊക്കെ നിങ്ങളെ അധ്വാനിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വരിക്കാനുള്ള മാതൃക പറഞ്ഞു തന്നു തന്നെയാണ് നിങ്ങളെ അവർ വളർത്തുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ എങ്കിലും നിങ്ങൾ കഠിനമായ പരിശ്രമത്തിലൂടെ നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരണമെന്ന് ഞാൻ ഈ ഭീമസേൻ ജോഷിയുടെ ജീവിതം നിങ്ങൾക്ക് മാതൃകയാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ പിന്നെ തരാം. പാഠം വായിക്കാം. താങ്ക് യു.